ഇത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ തൃക്കാക്കര എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ വാമന സങ്കല്പത്തിലുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനനെ ആരാധിക്കുന്ന രാജ്യത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ മുഖ്യ ഉത്സവം ചിങ്ങമാസത്തിലെ അത്തംനാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവോണ മഹോത്സവമാണ്. ആദ്യകാലത്ത് കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ 28 ദിവസം ഉത്സവം ഉണ്ടായിരുന്നു. പിന്നീട് ചിങ്ങമാസത്തിലെ അത്തം കൊടിയേറിയുള്ള ഉത്സവമായി ചുരുങ്ങി. ഇന്നും ഇത് അതേപോലെ ആചരിച്ചു വരുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ വിവിധ ശുദ്ധക്രിയകൾ നടത്തുന്നുണ്ട്. അത്തംനാളിൽ ചെമ്പുകൊടി മരത്തിൽ കൊടിയുയർത്തുന്നതോടെ ഉത്സവം തുടങ്ങുന്നു. തൃപ്പൂണിത്തുറയിൽ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടിയാണ് അത്തച്ചമയം. ഇതിനുള്ള കൊടി കൊണ്ടുവരുന്നതും തൃക്കാക്കരയിൽ നിന്നാണ്. ക്ഷേത്രത്തിലെ ദശാവതാര ചാർത്ത് വളരെ വിശേഷപ്പെട്ടതാണ്. ഓണത്തിന്റെ 10 ദിവസങ്ങളിൽ വിഗ്രഹത്തിൽ ഭഗവാന്റെ 10 അവതാരങ്ങളുടെ രൂപത്തിൽ ചന്ദനം ചാർത്തുന്നതാണ് ഈ ചടങ്ങ്. ഓരോ ദിവസവും മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ രൂപങ്ങളിലാണ് ചന്ദനം ചാർത്തുന്നത്. ഇവയിൽ 5ാം നാളിലെ വാമന ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാന ദിവസം കൽക്കി ദർശനം കഴിഞ്ഞാൽ വാമനന്റെ മറ്റൊരു രൂപമായ ത്രിവിക്രമന്റെ രൂപത്തിലും ചന്ദനം ചാർത്താറുണ്ട്. ഉത്സവ നാളുകളിൽ ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായ കലാപരിപാടികൾ ഉണ്ടാകും. പൂരാടം നാളിലാണ് ഉത്സവത്തിനിടയിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ ഉത്സവ ബലി നടത്തുന്നത്. നിത്യേന നടക്കുന്ന ശീവേലിയുടെയും ശ്രീഭൂത ബലിയുടെയും വിസ്തരിച്ച രൂപമാണ് ഉത്സവ ബലി. മരപ്പാണി കൊട്ടിക്കൊണ്ടാണ് ഇത് നടത്തുന്നത്. ഉത്രാടം നാളിലെ പകൽപൂരവും വിശേഷ ചടങ്ങാണ്. പിറ്റേന്ന് നടക്കുന്ന വലിയ പൂരത്തിന്റെ ഒരു ചെറു പതിപ്പ് എന്ന രീതിയിലാണ് ഇത് നടത്തുന്നത്. 9 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള ഈ പരിപാടി വളരെ ശ്രദ്ധേയമാണ്. ഇതിനോടനുബന്ധിച്ച് തൃക്കാക്കരയപ്പന് തിരുമുൽക്കാഴ്ച സമർപ്പിക്കുന്നതും പ്രധാനമാണ്. അന്ന് രാത്രിയാണ് പള്ളിവേട്ട. ഭഗവാൻ ക്ഷേത്രത്തിന് സമീപമുള്ള പറമ്പിൽ പോയി ഒരു കിടങ്ങിൽ അമ്പെയ്ത്ത് തീർക്കുന്നതാണ് ഈ ചടങ്ങ്. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഭഗവാൻ തിരിച്ചെഴുന്നള്ളുന്നു. പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ച ഭഗവാൻ പിറ്റേന്ന് രാവിലെ വളരെ വൈകി ഉണരുന്നു. അന്നാണ് വാമനന്റെ ജന്മനാൾ കൂടിയായ തിരുവോണം. രാവിലെ എല്ലാ താന്ത്രിക ചടങ്ങുകൾക്കും ശേഷം മഹാബലിയെ ആനയിച്ചു കൊണ്ടുവരുന്ന പരിപാടി നടത്തുന്നു. ശിവക്ഷേത്ര നടയിലാണ് ഈ ചടങ്ങുകളെല്ലാം നടത്തുന്നത്. അന്ന് രാത്രിയാണ് ആറാട്ട്. ഭഗവാൻ 9 ആനകളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിനും നഗരത്തിനും ചുറ്റും പ്രദക്ഷിണം വെച്ച് രാത്രി 9 മണിയോടെ ക്ഷേത്രക്കുളത്തിൽ എത്തുന്നു. വിശേഷാൽ പഞ്ചവാദ്യത്തോടെയാണ് എഴുന്നള്ളത്ത്. പുരാണ കഥകളിലെ രംഗങ്ങൾ കോർത്തിണക്കിയ നിശ്ചല ദൃശ്യങ്ങൾ അകമ്പടിയായി ഉണ്ടാവും. ആറാട്ടുകടവിലെത്തുന്നതോടെ വിഗ്രഹം ആറാട്ടുകടവിലേക്ക് ഇറക്കി വെക്കുന്നു. തുടർന്ന് തന്ത്രി സകല തീർത്ഥങ്ങളെയും ക്ഷേത്രക്കുളത്തിലേക്ക് ആവാഹിക്കുന്നു. അതിനുശേഷം തന്ത്രിയും ശാന്തിക്കാരും വിഗ്രഹം കയ്യിലേന്തി 3 തവണ മുങ്ങി നിവരുന്നു. പിന്നീട് വിഗ്രഹത്തിൽ മഞ്ഞളും ഇളനീരും അഭിഷേകം ചെയ്ത ശേഷം വിഗ്രഹവുമായി വീണ്ടും 3 തവണ മുങ്ങി വരുന്നു. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട പവിത്രമായ കുളത്തിൽ നിരവധി ഭക്തരും മുങ്ങി വരുന്നു. തുടർന്ന് എല്ലാവരും വസ്ത്രം മാറി തിരിച്ചെഴുന്നള്ളത്ത് നടത്തുന്നു. വഴിയിലുള്ള ഭക്തർ ഭഗവാനെ നിറപറയും നിലവിളക്കും കൊണ്ട് സ്വീകരിക്കുന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ മടങ്ങിയെത്തിയ ശേഷം 7 തവണ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് കൊടിമരത്തിൽ നിന്ന് കൊടിയിറക്കുന്നു. ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളായ ഉത്രാടത്തിനും തിരുവോണത്തിനും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിഭവസമൃദ്ധമായ സദ്യ നൽകാറുണ്ട്. അന്നേ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലുള്ള ഒട്ടേറെ ആൾക്കാരാണ് ഇവിടെ വന്നു ചേരുന്നത്. ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ ചരിത്രം. അത് മഹാസാഗരമായ ഒരു നീണ്ട ചരിത്രം തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.